അവനോടൊന്ന് ചെയ്യാൻ പറ, അവളോടൊന്ന് വിളിക്കാൻ പറ, അവരോടൊന്ന് പോകാൻ പറ. ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ നമ്മൾ കോമൺ ആയിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്ന, വളരെ കൊളോക്കിയലായിട്ട് യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ്. അപ്പം ഞാൻ എൻ്റെ ഡെയിലി ലൈഫിൽ പറയുന്ന സെൻറ്റൻസുകൾ കേട്ടോ നിങ്ങളെ പഠിപ്പിക്കണം. അല്ലാണ്ട് വലിയ വലിയ സെൻറ്റൻസുകളൊന്നും പഠിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ സാധാരണ ഭാഷയിൽ നമ്മൾ എന്താണോ സംസാരിക്കുന്നത് അത് വേണം നമുക്ക് ഇംഗ്ലീഷിൽ പഠിക്കാനായിട്ട് കേട്ടോ. സോ അതിന് മുന്നേ ജനുവരി 26 നമ്മളുടെ പുതിയ സ്പോക്കൺ ഇംഗ്ലീഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജെൻസിനും ലേഡീസിനും പ്രത്യേകം ബാച്ചുകളായിരിക്കും. രാത്രിയിലായിരിക്കും ക്ലാസ് എടുക്കുന്നുണ്ടാവുക. എൻ്റെ ക്ലാസ്സസ് എല്ലാം ഞാനായിട്ട് നേരിട്ട് എടുക്കുന്ന ക്ലാസ്സസ് ആണ് കേട്ടോ. ലൈവായിട്ട് തന്നെ സൂം മീറ്റിലും ഗൂഗിൾ മീറ്റ് വഴിയും നേരിട്ട് എടുക്കുന്ന ക്ലാസ്സുകളായിരിക്കും കേട്ടോ. സോ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ഒരു സെൻറ്റൻസിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്താണെന്ന്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്, അവനോടൊന്ന് ചെയ്യാൻ പറ എന്ന് പറയണത് നമ്മൾ ഒരാളോട് പറയുകയാണ്, അവനോടൊന്ന് ചെയ്യാൻ പറ കേട്ടോ, ഇങ്ങനെ പറയുകയാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ക്യാൻ യു പ്ലീസ്. ഇത് ചേർക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇംഗ്ലീഷിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇംഗ്ലീഷിൽ എപ്പോഴും ഒരു പൊളൈറ്റ് ആയിട്ടുള്ള മെത്തേഡിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പറയണത്. മലയാളത്തിൽ നമ്മൾ ഇങ്ങനെ പറയണേ, അവരോടൊന്ന് ചെയ്യാൻ പറയാന്നൊക്കെ ദേഷ്യപ്പെട്ട പറയുക. പക്ഷേ ഇംഗ്ലീഷിലേക്ക് വന്നു കഴിയുമ്പോൾ ക്യാൻ യു പ്ലീസ് എന്ന് നമ്മൾ പറയുകയാണ്. ക്യാൻ യു പ്ലീസ് ആസ്ക് എന്ന് കൂടെ പറയണം കേട്ടോ. ഓക്കെ, നമ്മൾ പറയുന്ന കാര്യം മറ്റൊരാൾ വേറൊരാളോട് പോയി പറഞ്ഞിട്ട് വേണമല്ലോ. ഇപ്പം ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് എ എന്ന് പറഞ്ഞ ഒരാൾ നിൽക്കുകയാണ്. അപ്പം ഞാൻ ഇവനോട് പറയാണ്, അവനോടൊന്ന് വിളിക്കാൻ പറ എന്ന് ഞാൻ ഇവരോട് പറയുമ്പോൾ ഈ നിൽക്കുന്ന എ എന്ന് പറഞ്ഞ ആൾ അടുത്ത ആളോട് പോയി പറയണ്ടേ ഞാൻ പറഞ്ഞ കാര്യം. ഇങ്ങനെ മൂന്നായിട്ടല്ലേ, ട്രയാങ്കിളായിട്ടല്ലേ പോവുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ആസ്ക് എന്ന് പറയണത് കേട്ടോ. അപ്പോൾ ക്യാൻ യു പ്ലീസ് ആസ്ക്. ഇനി അവനോട് എന്നല്ലേ പറയണേ. അവൻ എന്ന് പറയുമ്പോൾ ഹിം. ക്യാൻ യു പ്ലീസ് ആസ്ക് ഹിം, അവനോട്. ഓക്കെ, അവനോട് ചെയ്യാൻ പറ എന്നാ പറയണേ. അപ്പം എന്താ പറയുക, ചെയ്യുക എന്നതിന് ഡു എന്നാണ് അല്ലേ. അപ്പോൾ ഡു, ചെയ്യാൻ, ആൻ എന്ന് ചേർക്കണമെങ്കിൽ ടു ചേർക്കുക. സോ ക്യാൻ യു പ്ലീസ് ആസ്ക് ഹിം ടു ഡു. ഇത്രേ ഉള്ളൂ കേട്ടോ. അതിങ്ങനെ പറയണ പോലെയല്ല, പറയുമ്പോൾ എളുപ്പമാണ്. ക്യാൻ യു പ്ലീസ് ആസ്ക് ഹിം ടു ഡു, ക്യാൻ യു പ്ലീസ് ആസ്ക് ഹിം. ഇത് ഇത്രയും കാണാതെ പഠിച്ചു വയ്ക്കുക. ക്യാൻ യു പ്ലീസ് ആസ്ക് ഇത്രയും കാണാതെ പഠിച്ചു വയ്ക്കുക. പിന്നെ ഇത്രയും അങ്ങനെ പിന്നെ വ്യത്യാസം വരുള്ളൂ. ഹിം ടു ഡു, അവനോടൊന്ന് ചെയ്യാൻ പറ. നെക്സ്റ്റ് എക്സാമ്പിളിലേക്ക് പോവുക. അവളോടൊന്ന് വിളിക്കാൻ പറ. എങ്ങനെ പറയും? ആദ്യം തന്നെ ക്യാൻ യു പ്ലീസ് ചേർത്തു, അതിനുശേഷം ആസ്ക്. ഇത്രയും എല്ലാത്തിലും ഒന്ന് തന്നെയാണ് കേട്ടോ. ക്യാൻ യു പ്ലീസ് ആസ്ക്. അതിനുശേഷം അവളോട് എന്ന് പറയണമെങ്കിൽ ഹെർ. വിളിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് കോൾ. സോ വിളിക്കാൻ, ടു കോൾ. ക്യാൻ യു പ്ലീസ് ആസ്ക് ഹെർ ടു കോൾ. അവളോട് ഒന്ന് വിളിക്കാൻ പറയുക. എന്നെ എന്ന് പറയണമെങ്കിൽ മീന്നും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ക്യാൻ യു പ്ലീസ് ആസ്ക് ഹെർ ടു കോൾ മീ. എന്നെ ഒന്ന് വിളിക്കാൻ പറ. ഇങ്ങനെയൊക്കെ പറയാവുന്നതാണ്. ഇനി അവരോടൊന്ന് പോകാൻ പറ. ഇപ്പം തന്നെ ഞാൻ പറയണേക്കാളും മുമ്പ് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. അവരോടൊന്ന് പോകാൻ പറ. ക്യാൻ യു പ്ലീസ് ആസ്ക് ആദ്യം ചേർത്തു, അതിനുശേഷം എന്ത് ചേർക്കണം പറഞ്ഞു നോക്കിയേ. ക്യാൻ യു പ്ലീസ് ആദ്യം ചേർത്തു, ആസ്ക് വരെ എല്ലാത്തിലും ഒന്ന് തന്നെയാണ്. പിന്നെ അവസാനം അവരോട്, അവർ എന്ന് പറയണമെങ്കിൽ ദം. സോ ക്യാൻ യു പ്ലീസ് ആസ്ക് ദം പോവുക, ടു ഗോ. ക്യാൻ യു പ്ലീസ് ആസ്ക് ദം ടു ഗോ. അവരോടൊന്ന് പോകാൻ പറ. ക്ലിയർ ആണല്ലോ. ഇനി അവളോടൊന്ന് പഠിക്കാൻ പറ. എങ്ങനെ പറയും? ക്യാൻ യു പ്ലീസ് ആസ്ക് ഹെർ ടു സ്റ്റഡി. ക്യാൻ യു പ്ലീസ് ആസ്ക് ഹെർ ടു സ്റ്റഡി. അവളോടൊന്ന് പഠിക്കാൻ പറ. അവനോടൊന്ന് അവനോടൊന്ന് വാങ്ങാൻ പറ. എങ്ങനെ പറയും? ക്യാൻ യു പ്ലീസ് ആസ്ക് ഹിം ടു ബൈ. അവനോടൊന്ന് വാങ്ങാൻ പറ. അവനോടൊന്ന് എടുക്കാൻ പറ. ക്യാൻ യു പ്ലീസ് ആസ്ക് ഹിം ടു ടേക്ക്. അവനോടൊന്ന് എടുക്കാൻ പറ. ഇങ്ങനെയൊക്കെ പറയാം. അല്ലെങ്കിൽ അവനോടൊന്ന് കോൾ എടുക്കാൻ പറ. എങ്ങനെ പറയും? ക്യാൻ യു പ്ലീസ് ആസ്ക് ഹിം ടു കോൾ എടുക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താ? അറ്റൻഡ് എന്നല്ലേ പറയാം. സോ ക്യാൻ യു പ്ലീസ് ആസ്ക് ഹിം ടു അറ്റൻഡ് കോൾ. കോൾ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറ. എളുപ്പമാണല്ലോ. അപ്പോൾ നിങ്ങൾ പറഞ്ഞു നോക്കുക. കുറേ വാക്കുകൾ എടുത്തിട്ട് പോകാൻ പറ, പറയാൻ പറ, ചെയ്യാൻ പറ, വിളിക്കാൻ പറ, കഴിക്കാൻ പറ, കിടക്കാൻ പറ, ഉറങ്ങാൻ പറ. ഇങ്ങനെയൊക്കെ ഒരുപാട് സെൻറ്റൻസുകൾ ഉണ്ടല്ലോ. ഇതൊക്കെ നിങ്ങളൊരു 5-6 സെൻറ്റൻസ് കണ്ടിന്യൂസ് ആയിട്ട് പറയാം. ക്യാൻ യു പ്ലീസ് ആസ്ക് ഹെർ, ക്യാൻ യു പ്ലീസ് ആസ്ക് ഹം, ക്യാൻ യു പ്ലീസ് ആസ്ക് ദം എന്ന് പറഞ്ഞിട്ട് എന്താണോ പ്രവൃത്തി അതിനെ ടു വെച്ചൊന്ന് ആഡ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ പിന്നെ ഒരിക്കലും മറക്കില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഏറ്റവും കൊളോക്കിയലായിട്ടുള്ള നമ്മുടെ നാടൻ ഭാഷയിലുള്ള സെൻറ്റൻസ്. ഇങ്ങനെ വേണം കേട്ടോ ഇംഗ്ലീഷിൽ പഠിച്ചു പോകാൻ. കാരണം നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ഭാഷയിലേക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഇറക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് എപ്പോഴും ഈസി ആയിട്ട് മാറും, സിമ്പിളായിട്ട് മാറും കേട്ടോ. സോ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് കാണാം. താങ്ക്